പിന്നെ അതുമല്ല ഇപ്പൊ പറഞ്ഞു ഈ വി.ഡി. സതീശൻ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ കേരളത്തില് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കലാരൂപമുണ്ട്, മന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി. ആരായിരിക്കും ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുണ്ടാവും? ഈ കസേര കളി അവസാനിപ്പിക്കും, നമുക്കറിയില്ല, മെയ് 4-ാം തീയതി അറിയുള്ളൂ ആര് ജയിക്കുമെന്ന്. ഇനിയിപ്പോ എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും ഈ കസേരകളിയിൽ വിൻ ചെയ്യാൻ പോകുന്നത്? കസേരകളിയിലെ വിജയി ആരാണെന്ന് കസേരകളി കണ്ട് ക്ലൈമാക്സ് എത്താൻ നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ് ആണ്, എന്ത് സംഭവിക്കാം. അവർക്ക് മറ്റേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി നോക്കിയിട്ടാണ് കാര്യങ്ങൾ പിന്നെ എല്ലാം തീരുമാനിക്കുന്ന ഹൈക്കമാൻഡ് ഉണ്ടല്ലോ. അപ്പൊ ഇനി 4-ാം തീയതി തന്നെ ഒരു റിസൾട്ട് വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോ ഒരു 10-ാം തീയതി അയക്കാം, 15-ാം തീയതി അയക്കാം. ഇവിടുന്ന് 2-3 സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും ഡൽഹിയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്. ഇത് ഭയങ്കര സർക്കാസം ലൈനിലാണ് ഇതിനൊക്കെ നമുക്കും കാണാൻ പറ്റുക. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആ ഹൈക്കമാൻഡിന് കേരളത്തിൽ വന്ന് ചർച്ച ചെയ്യുന്നതാണ്. അതെ, ഇത്രയും ആൾക്കാർ അങ്ങോട്ട് പോണേക്കാന്നുള്ളത് അവരിങ്ങോട്ടേക്ക് വന്ന് വട്ടമേശ സമ്മേളനം നടത്താനുള്ള ബെറ്റർ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ടും കാണിക്കുന്നത് KC, RC, VD ഈ 3 പേരുമാണ് ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്നത്. ഇതിന്റെ അകത്ത് എന്റെ ഒരു നിരീക്ഷകനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വിദ്യാർത്ഥി എന്നോ ഒരു സാധാ മലയാളി എന്നുള്ള നിലയിൽ KC വേണുഗോപാല് കേന്ദ്രത്തിൽ തന്നെ നിൽക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം അടുത്ത ടൈമില് NDA-നെയൊക്കെ ചവിട്ടിക്കൂട്ടി കേരളത്തില് അതുപോലെ തന്നെ ഇന്ത്യയില് ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് KC വേണുഗോപാലാണ്. മലയാളിയായിട്ട് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്തോ ചെയ്യും? അല്ല, അങ്ങനെ ഒരു വാദം ഉണ്ടല്ലോ, ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആണെന്നുള്ള ഒരു കോൺഗ്രസിൽ. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയേക്കാൾ വലിയൊരു പൊസിഷൻ അല്ലേ അധികാരമില്ലാതെ എപ്പോഴും ഗാന്ധി കുടുംബം ഇങ്ങനെ നിൽക്കാൻ. ഗാന്ധി കുടുംബം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്ന നമ്മുടെ കുടുംബം തന്നെയാണ്. അതല്ല, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു സൂപ്പർ ആകാശത്തിലിരിക്കുന്ന സൂപ്പർ നേതാവായിട്ട് അദ്ദേഹത്തിന് മാറാനൊക്കെ പറ്റും. പിന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഓറയുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിനെ ഭയങ്കര വൈകാരികമായിട്ട് ഒരു ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേരയേക്കാൾ വലിയ സ്ഥാനമാണ് ഈ എൻറ്റയർ ഇന്ത്യയെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇന്ത്യ മുന്നണിയെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് മാറാൻ പറ്റുക. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം കൂടിയാണ്. അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒറ്റ കണ്ണി രാഹുൽ ഗാന്ധി മാത്രം. അത് എത്രയൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഇപ്പൊ മമതാ ബാനർജി ആയിക്കോട്ടെ, അരവിന്ദ് കെജ്രിവാൾക്ക് ആർക്കും ഈ തരത്തിലുള്ള ഒരു ഓറ ഇല്ല. ആരാണ് NDA-ക്ക് ഒരു ബദൽ? ഇന്ത്യ മുന്നണി. ഓക്കെ, അപ്പൊ ആര് അതിന്റെ തലപ്പത്ത് തന്നെ രാഷ്ട്രീയ തലപ്പത്ത് വരണം? രാഹുൽ ഗാന്ധി, അതിലൊരു തർക്കമില്ല. പക്ഷെ ഈ ഒരു KC വേണുഗോപാൽ ആയിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലും വലിയ രാഷ്ട്രപതി കസേരയിലേക്കോ അദ്ദേഹത്തിന് ഇത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം KC-യുടെ കേന്ദ്രത്തിലെ പവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, നമ്മൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല. ഈ എൻറ്റയർ PCC-കളെ, കോൺഗ്രസ് കമ്മിറ്റികളെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നതും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതും ചെറിയൊരു ഉത്തരവാദിത്വം, ചെറിയൊരു ബാധ്യതയല്ല, അതിന് ചെറിയൊരു സ്കില്ലും പോരാ. അപ്പൊ അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു നല്ലൊരു പവർഫുൾ എക്സിക്യൂട്ടർ, ഒരു മാനേജർ ആയിട്ട് തീർച്ചയായിട്ടും KC ഉണ്ടെങ്കിലാണ് നടക്കുള്ളൂ. അപ്പൊ KC കേരളത്തിലേക്ക് ഒന്ന് ചുരുങ്ങി പോകേണ്ട ആവശ്യമില്ല. KCക്ക് ഇതിലും വലിയൊരു ഇന്ത്യ എന്ന വലിയൊരു ക്യാൻവാസ് കിടക്കുവാണ്. കേരളത്തിൽ ബാക്കി 2 പേരാണ്. രമേശ് ചെന്നിത്തല ഉണ്ടായിരിക്കും, VD സതീശൻ ഉണ്ടായിരിക്കും. ഈ 2 പേരില് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല എന്തുകൊണ്ടും അധികാരവും രാഷ്ട്രീയവും ഒരുപോലെ കൈകാര്യം ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നതും ഏറ്റവും കൂടുതൽ പാർലമെന്ററി എക്സ്പീരിയൻസ്, ഒരു പക്ഷെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോ ആ കാര്യത്തിലും പിന്നെ മൊത്തത്തിലൊരു രാഷ്ട്രീയ മുഖവും ഒക്കെ ഒരു സൗമ്യ മുഖമാണ് രമേശ് ചെന്നിത്തല. അഗ്രസീവ് പൊളിറ്റിക്സ് അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അഗ്രസീവ് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് വേണം, ആര് നേതാവ് ആവണം എന്നാണ്. അപ്പൊ രമേശ് ചെന്നിത്തല മുകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഇപ്പോ NSS-നെയും SNDP-യെയും ബാക്കിയുള്ള സംഘടനകളെയും ക്രിസ്ത്യൻ സഭകളെ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് പാമ്പർ ചെയ്ത് അദ്ദേഹം കൊണ്ടുപോകും, ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും. അപ്പോ അദ്ദേഹത്തിന് പല തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ നേരിടേണ്ടതായിട്ട് വരും. അതായത് ഈ ചർച്ചകളും ഈ നാടകങ്ങളും നമ്മൾ വീണ്ടും കാണും. എനിക്ക് ഇത്ര മന്ത്രിസ്ഥാനം വേണം, ഞങ്ങളുടെ വകുപ്പ് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് RC-യുടെ കുഴപ്പം. RC ഒരു
ഒരു ശാന്തനായിട്ടുള്ള സൗമ്യനായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രധാന അധ്യാപകനായിട്ട് ഒരു സൗമ്യമായിട്ടിരിക്കട്ടെ മുഖം തന്നെയാണ്. അപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടാവും, അങ്ങനത്തെ പ്രിൻസിപ്പൾ ആയിട്ട് പുള്ളി അവിടെ ഇരിക്കട്ടെ. അതായത് ഏറ്റവും കൂടുതൽ വോയിസ് ഉള്ള ഒരാൾ. അതേസമയം VD സതീശൻ ആയിക്കോട്ടെ പറഞ്ഞ അഗ്രസീവ് ആണ്, വെട്ടൊന്ന് മുറി രണ്ട്. അപ്പൊ അത്തരത്തിലൊരു കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇത്തരത്തിലുള്ള ഉൾപാർട്ടി രാഷ്ട്രീയങ്ങളെയൊക്കെ ഒതുക്കി നിർത്താൻ പറ്റുള്ളൂ. പിന്നെ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കണം, കൃത്യമായിട്ടുള്ള സമയത്ത് അത് എടുക്കണം. എല്ലാ കാര്യത്തിനും അഴുകുഴമ്പൻ നയങ്ങളല്ല, ഇതിങ്ങനെയാണ്, വെട്ടൊന്ന് മുറി രണ്ട്. ആ ഒരു കണ്ടീഷണൽ സ്റ്റാൻഡേർഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ പിണറായി വിജയന്റെ ഒരു തനി പകർപ്പായിട്ട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ക്യാപ്റ്റൻസിയിലും കൃത്യമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും പ്രളയ സമയത്തും കോവിഡ് സമയത്തും പിണറായി വിജയൻ എന്നുള്ളൊരു ക്യാപ്റ്റൻ എടുത്തിട്ടുള്ള കടുത്ത തീരുമാനങ്ങളാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റും. അത് ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ഒരു നേതാവ് തീർച്ചയായിട്ടും പുറത്തേക്ക് വരിക. അതിന് പറ്റുന്ന ഒരു ക്ലിയർ കട്ടായിട്ടുള്ള പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോഴത്തെ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് VD സതീശനാണ്. അപ്പൊ എന്റെ വ്യക്തിപരമായ അതേപോലെ തന്നെ VD സതീശൻ അതായത് പ്രീണനം നടത്തുന്നു എന്നൊരു വാദമുണ്ട്. അതിനെങ്ങനെ നോക്കി കാണുന്നത്? ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പറയുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പണ്ട് നടന്നൊരു സംഭവമാണ്. അതായത് ഭൂമി ഉരുണ്ടതാണ് എന്ന് സയന്റിസ്റ്റിന് മുമ്പിൽ പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ ഇതാണ് എയറിൽ പോയിരിക്കുന്നത്. സത്യത്തില് അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ, അതായത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാണെങ്കിൽ ഓക്കെ, അതിനിടയ്ക്ക് ഈ പ്രവാചകനെ കൂട്ടുപിടിച്ച് പറയേണ്ട ആവശ്യമുണ്ടതായിട്ട് അതുകൊണ്ടായിരിക്കും ഈ പ്രീണനം നടത്തിയെന്ന ഒരു നെഗറ്റീവായിട്ട് ആളുകൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. അത് അദ്ദേഹം ഒരു പർട്ടിക്കുലർ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതൊരിക്കലും ഒരു പ്രീണനമാണെന്നോ ഒന്നുമില്ല. എത്രമാത്രം കടുത്ത തീരുമാനങ്ങളാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇന്ന ആളുടെ സപ്പോർട്ട് വേണ്ട, എനിക്ക് ഇന്ന ആളുടെ സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് VD സതീശൻ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നവര്. ഇപ്പൊ ഞാനും VD സതീശന്റെ രാഷ്ട്രീയമായിട്ട് ഭയങ്കര വലിയ എതിർപ്പുകളുണ്ട്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും എനിക്ക് എതിർപ്പുണ്ട്. പക്ഷെ ഇതൊരു അനാവശ്യ വിവാദമാണ്.